എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഷർട്ട് അയൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഷർട്ട് അയൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കോളറിൻ്റെ ബാക്ക് വശമാണ് അയൺ ചെയ്യുക. കാരണം നമുക്ക് ചൂട് കറക്റ്റ് ആണോ എന്ന് നോക്കാനും ഡാമേജ് ആവുകയാണെങ്കിൽ ബാക്കിലല്ലേ ആവുള്ളൂ. അതുകൊണ്ട് ഈ കോളറിൻ്റെ ബാക്കാണ് ആദ്യം നമ്മൾ അയൺ ചെയ്യുക. അതിനുശേഷം കോളറിൻ്റെ നല്ല വശം ഒന്ന് അയൺ ചെയ്യാം. അതിനുശേഷം വന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ഫ്രണ്ട് ഭാഗം, അതായത് പോക്കറ്റ് സൈഡ് അയൺ ചെയ്യാം. അതിനുശേഷം അതേപോലെ ഈ ബട്ടൺ സൈഡ് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം അങ്ങനെ ഈ ബാക്ക് വശം അയൺ ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഷോൾഡറാണ് അയൺ ചെയ്യേണ്ടത്. ഷോൾഡർ നമുക്ക് ചെറിയ ഷോൾഡർ ആണെങ്കിൽ ഇവിടെ ഒരു അരഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇതേപോലെ മടക്കിയിട്ട് അയൺ ചെയ്യാം. ഇത് വലിയ ഷോൾഡറാണ്, അപ്പോൾ അതുകൊണ്ട് ഷോൾഡറിനൊപ്പം തന്നെ അയൺ ചെയ്താൽ മതി. അതായത് ഇറങ്ങിയിട്ടുള്ള ഷോൾഡറാണ്, അതുകൊണ്ട് ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ മടക്കുക, എന്നിട്ട് അയൺ ചെയ്യുക. ഇനി ഇതിൻ്റെ സ്ലീവ് അയൺ ചെയ്യാം. സ്ലീവ് വന്നിട്ട് ആദ്യം ഇതിൻ്റെ കഫെല്ലാം അയൺ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഈ ബാക്ക് വശം, ഈ ഡബിൾ തയ്യൽ വരുന്ന ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഈ പടി ഇതെങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഫ്ലാറ്റായിട്ട് അയൺ ചെയ്യുക. ഇനി അതുപോലെ അടുത്ത സ്ലീവ് അയൺ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചേർത്താണ് അയൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ബട്ടൺസ് വരും, ഇതിങ്ങനെയാണ് ഇടുക. നേരെ തിരിച്ച് ഇങ്ങനെ അയൺ ചെയ്യാം. അതായത് ഈ തയ്യലിൻ്റെ ഒപ്പം നമ്മൾ ഹാഫ് സ്ലീവ് അയൺ ചെയ്യുന്ന പോലെ ഇങ്ങനെ അയൺ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫ്ലൈപ്പട്ടി ഇവിടെ തയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പട്ടി തയ്ക്കുക. അല്ലെങ്കിൽ ഈ മടക്കി വെച്ച ഈ ഭാഗം നിവർത്തി വെച്ചിട്ട് കഫ് അറ്റാച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ അയൺ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നേരെ ഫ്ലാറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ അതിങ്ങനെയാണ് അയൺ ചെയ്യുക. തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ കോളറിൻ്റെ അവിടെ ഒന്നുകൂടെ അയൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മടക്കിയെടുക്കുക. മടക്കിയതിന് ശേഷം ഈ ബട്ടൺസ് ഇടാം. ഇനി ഈ ബട്ടൺസ് ഇട്ടതിന് ശേഷം ഈ കോളർ ഒന്ന് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് കറക്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്യാം. ഇവിടെ ഷോൾഡർ ഈ സമയത്താണ് നമ്മൾ ഇവിടെ മടക്ക് വരിക.
അപ്പോൾ ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് അയൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ സൈഡിൽ ഡബിൾ തൈലാണ് തയ്ക്കുക. അത് ഇതേപോലെ ബാക്കിലേക്കാണ് പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ടിങ്ങിൽ അങ്ങനെ വരുന്നില്ലെങ്കിൽ അത് കട്ടിങ് കറക്റ്റ് ചെയ്യുക. 2 സൈഡും ഉള്ളിലേക്കാണ്, ബാക്ക് വശത്തേക്കാണ് ഈ തയ്യൽ വരിക. അപ്പോൾ അയണിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മടക്കുകയാണ്. ഈ പോക്കറ്റിൻ്റെ സെൻറ്ററിൽ ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കുക. ഫസ്റ്റിലത്തെ മടക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക്. അതിന് ശേഷം ഈ സ്ലീവ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നേരത്തെ നമ്മൾ ഫ്ലാറ്റായിട്ട് അയൺ ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇതിവിടെ അതേപോലെ മടക്കുക. ഇവിടുത്തെ ഈ വീതി തന്നെ ഇവിടെയും വയ്ക്കുക. അതിനുശേഷം അടുത്ത സ്ലീവ് അതേപോലെ വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ മടക്കാം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ വൃത്തിയായിട്ട് അയൺ ചെയ്ത് മടക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.